കോട്ടയം ജില്ലയുടെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി 34ാമത്തെ വയസ്സിൽ ചുമതലയേറ്റെടുത്തിട്ടുണ്ട്. ഒരു നവംബർ മാസം 98 തീയതി എനിക്ക് പെട്ടെന്ന് ഒരു 8 മീറ്റിംഗിൽ 3/4 മണിക്കൂർ വീതം സംസാരിച്ചതിന് ശേഷം അടുത്തൊരു മീറ്റിംഗിലേക്ക് പോയി പ്രസംഗിക്കുമ്പോൾ പെട്ടെന്ന് കയ്യിൽ കൂടെ അരിച്ചു കയറുന്ന വേറെ ശ്വാസം എന്ന പ്രസംഗവും കാരണം നടത്തി മറ്റേ വ്യക്തിക്ക് രാത്രി കിടന്നുറങ്ങാൻ വയ്യാത്ത ശ്വാസം കൊണ്ടൊരു വിഷമം അനുഭവപ്പെട്ടു. എന്റെ ഒരു ബന്ധു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു വിലീന ജോർജ് എന്നാണ്. ഗൈനക്കോളജിസ്റ്റാണ്. എറണാകുളം ലോഡ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ്. പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഡോക്ടറുണ്ടായതുകൊണ്ടാണ് ശ്വാസം കൊണ്ട് തിരിച്ചു പോകുന്ന വഴി മരിച്ചു പോകുന്നതായിരുന്നു നമ്മളെ സത്യത്തിലായിട്ട്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ളത് 2000 അവസാനം 2000 വീണ്ടും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സന്ദർഭമാണ്. ഞാൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഗൗരവപരമായ പദ്ധതിയിൽ എന്റെ ഞാനത് പ്രദാനം ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിശ്വസിച്ച കാര്യങ്ങളിൽ ആ ഉത്തരവാദിത്തം കൊണ്ട് ഞാൻ അന്നത്തെ ഇപ്പം 2000 ജില്ലാ മാസങ്ങൾ അതിന്റെ രോഗമുക്തി നേടുമെങ്കിൽ അതായിരിക്കും നല്ലത് എന്ന് സ്വയം പുതിയ കാര്യങ്ങൾ ഒത്തിരി അവരോട് ആലോചിക്കുന്നത് അതാണ് സ്വയം തീരുമാനിച്ചത് എന്ന ദിവസം എന്നെ 24-ാം തീയതി നവംബർ 24, 2000 4 മണിക്കൂർ സർജറിയുണ്ട്. 4 മണിക്കൂർ സർജറി ചെയ്തു. എന്റെ ഹൃദയം വേറൊരു മെഷീനറി പ്രവർത്തനം മാറ്റി. ബൈപ്പാസ് സർജറി 3 സ്ഥലത്ത് വലത്തുകാലിൽ നിന്ന് ഞാനെടുത്ത് 3 സ്ഥലത്ത് വെച്ച് സർജറി കൊടുക്കുകയാണ്. ഈ ഹാർട്ട് ലങ് മെഷീനിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ എന്റെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല, പമ്പ് ചെയ്തു. ശരീരത്തിന്റെ ഒരു ഭാഗത്തേക്കും രക്തം ചെല്ലുന്നില്ല. മരിച്ചു പോകുന്ന സ്റ്റേജിലേക്ക് ആംബുലൻസ് ഇറങ്ങിയിട്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി പ്രാർത്ഥിച്ചു എന്ന ഡോക്ടർ ജോസ് ചാക്കോ കണ്ടിട്ടുള്ളൂ. അപ്പം ഒരു കൂട്ടായ പ്രാർത്ഥനയും നിരവധി നേർച്ച കാഴ്ചകളുമൊക്കെയായി എന്നെ കാണാൻ എനിക്ക് ഓപ്പറേഷനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ സാമൂഹിക രംഗത്തും ബന്ധിതരായിട്ടുള്ളത്. ആ സന്ദർഭത്തിൽ എങ്ങനെയോ വീണ്ടും ഒരു റീ ഓപ്പൺ ചെയ്യാനൊരു തീരുമാനം ഓപ്പറേഷൻ കാർഡിയോളജിസ്റ്റ് കാർഡിയാക് സർജൻ ഈ കാർഡിയോളജി ബ്ലോക്കിലെ ഉന്നതായ റീ ഓപ്പൺ ചെയ്യും. അപ്പൊ വീണ്ടും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾ ലംഘിഷിലേക്ക് കൊടുക്കുകയും അപ്പോ റീ ഓപ്പണിങ്ങിന് വേണ്ടി അവരെ സ്റ്റിച്ച് ചെയ്തിരുന്ന ഹൃദയത്തിന്റെ ഭാഗങ്ങൾ വീണ്ടും ഹൃദയം പുറത്തെടുത്തു. അപ്പോ പക്ഷെ പാരമ്പര്യമായി എന്റെ പാൻക്രിയാസ് ശ്രദ്ധയിലിരിക്കാനുണ്ട്. അവിടെ വെച്ച് തന്നെ എനിക്ക് ഷുഗർ കാരണം ഇവരെ എനിക്ക് ദാരിദ്ര്യം കരിക്കുമ്പോഴാണ് കരിക്കുമ്പോഴും കിടന്ന ഷുഗർ കൈയായി കരിക്കുമ്പോഴെ കുറിച്ചുകൊണ്ടാണ് അറിയുന്നത്. പക്ഷെ ഇവർക്ക് തന്നെ അറിയാമല്ലോ ഈ പാൻക്രിയാസ് കാരണമായിട്ട്. ഇപ്പൊ ഞാൻ ദിവസം 40 യൂണിറ്റ് ഇൻസുലിൻ വാങ്ങി 20 യൂണിറ്റും എടുക്കുന്ന ഒരു ഷുഗർ പേഷ്യന്റാണ്. അതുകൂടാതെ എനിക്ക് ഒരു ദിവസം 100 രൂപയായിരിക്കും മെഡിസിൻസ് ശേഷം ദിവസവും വേണം. അതുകൂടാതെ എനിക്ക് എന്റെ വലത്തിലാൽ ഇവര് നേരമെടുത്ത് ഹൃദയത്തിൽ വെച്ച് പിടിപ്പിക്കും. ആ നേരം എടുത്ത സ്ഥാനത്ത് നേരമെടുത്തതിന് ശേഷം എഴുതിക്കുമ്പോൾ അബ്സോർബ് ചെയ്തു പോകുന്ന ഈ സ്റ്റിച്ച് ചെയ്യുന്ന നൂല് അബ്സോർബ് ചെയ്തു പോകുന്നതും അബ്സോർബ് ചെയ്യാത്തതുമാണ്. അബ്സോർബ് ചെയ്തു പോകുന്ന ആളുകൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് 6 മാസം വീട്ടിൽ വളരാൻ വേണ്ട ലക്ഷ്യത്തിലേക്ക് വന്നു. അതെനിക്ക് അന്നേരത്തേക്ക് എന്റെ വലത്തുകാൽ ഉപയോഗിച്ച് ജോലിക്ക് പോകാൻ പോയി ഡോക്ടറെ പിടിച്ചുകൊണ്ട് എനിക്ക് വലത്തുകാലിന്റെ മസിൽസ് ഇത്രയും ദിവസം വലത്തുകാലിൽ നോക്കുകയാണെങ്കിൽ നടക്കാൻ വരാതിരുന്ന സമയത്ത് എന്റെ വലത്തുകാൽ ഫിസിയോതെറാപ്പി മസിൽസിന് ആവശ്യമായി എടുക്കാൻ പോകുന്ന വലത്തുകാൽ കംപ്ലീറ്റ് വീക്കായിപ്പോയി. ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു വലിയ പ്രതിഭാസമായി മാറി. പിന്നെ ആ ഒരു മാനസികമായി ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മുടെ ആരോഗ്യ മാസികകളൊക്കെ മത്സരിച്ച് പ്രവർത്തിക്കുന്ന സമയം ഏറ്റവും വലിയ ഒരു ആരോഗ്യം നമുക്ക് വേണ്ടത് സത്യത്തിൽ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഈ 2 പെണ്ണുങ്ങളായിരിക്കും ഈ വർഷങ്ങളെ ഇപ്പോൾ കസ്റ്റമറിക്ക് എടുക്കും. അപ്പൊ അന്ന് ഈ 8 വർഷം മുമ്പ് 7 വർഷം മുമ്പ് 20 കുട്ടികളായിരുന്നു. ഈ 2 സത്യത്തിൽ
ഈ കാലം കുറിച്ച് ആ ഹോസ്പിറ്റലിൽ ഒന്നും വെറുതെ ഇങ്ങനെ ചെരിഞ്ഞു കിടന്ന വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വന്നപ്പോൾ 7ാം നിലയിലായിരുന്നു അവരുടെ കാർഡിയോളജി. അതിന്റെ ഈ കർണാടകത്തിന്റെ ഫ്രണ്ടിൽ കർണാടകയിൽ ആരെങ്കിലും റാമചെട്ടിയ വാഹനങ്ങളിലൊക്കെ പട്ടണത്തിലൂടെ പോകുന്നതുമല്ല. ആ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ഒരു കാലിന് അധികാരത്തിലേക്ക് എങ്കിലും ശകലം നിലമ്പോഴുണ്ടായിരുന്നെങ്കിൽ ആ വീൽ ചെയർ മുന്നോട്ട് തള്ളിയ കർണാടകത്തിൽ കൂടി ആരോഗ്യ സൂയിസൈഡ് ചെയ്താൽ എന്താണ് എന്ന് അന്നെനിക്ക് മനസ്സിൽ തോന്നിയതാണ്. ഞാൻ കേസിന്റെ ഭാഗവുമായിട്ട് മുന്നോട്ട് പോയി എന്നെ ദിവസം രാവിലെ 10 മണി മുതൽ 5 മണി വരെ ഈ കാര്യത്തിൽ അവരുടെ വകയെടുത്ത് ക്ലാസ് ചെയ്തു. ഞാനതിനെ വ്യക്തമായി മറുപടി എങ്കിൽ പോലും 5 മണിയായപ്പോൾ കോടതി മാറപ്പെടുത്തേക്ക് ഇടപെട്ട് വരികയാണ്. 3 വർഷമാണ് കേസ്. നിങ്ങൾ പറയുന്ന മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് മെഡിക്കൽ സയൻസിൽ ആധികാരികമായിട്ട് പറയാനുള്ള തെളിവുണ്ടോ? അതിൽ ഞാൻ പഠിച്ചു പറയാം. 3 വർഷമായിട്ട് വക്കീലോ ഇവരേക്കും കോടതി ഹാജരായിട്ട് ആവശ്യം പറഞ്ഞിട്ടില്ല. സമയത്ത് ചോദിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് മെഡിക്കൽ നെഗ്ലിജൻസിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്ന ആരെങ്കിലും പറയാം. പെട്ടെന്ന് ഞാൻ പകച്ചു വക്കീൽ അറിയുന്നോട് പറഞ്ഞു. അങ്ങനെ നോക്കി അന്തസ്സാമിയോ കോടതിയോട് ഒരു അന്തസ്വാമി അമൃതാനന്ദന്റെ ഒരു ഡോക്ടർ അടുത്ത അവധിക്ക് അടുത്ത മാസത്തേക്ക് അവധി ചെയ്തപ്പോൾ ഈ അന്തസ്വാമി ഡോക്ടറെ കൊണ്ട് കോടതി ചെയ്തത് ഞാൻ അമൃതാനന്ദ ഹോസ്പിറ്റലിൽ പോയി അന്തസ്വാമിയുടെ ഗവൺമെന്റ് സർവീസ് പ്രിപ്പയർ ചെയ്തത് സാധ്യത കോടതി സമർപ്പിക്കാൻ സമയമില്ല. ഒരു സർജറി ചെയ്യുമ്പോൾ 25% നോട്ടീസ് ഒരു സർജറിക്ക് കിട്ടും. 7 ദിവസത്തേക്ക് വരുന്ന 1 ലക്ഷം രൂപ ഫീസാണ്. 1 ലക്ഷം രൂപ ഫീസ് പുസ്തകിക്കാൻ കൊടുത്ത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരോഗ്യത്തിൽ നമ്മുടെ ജനറ്റിക്കൽ വാശിയുള്ള സ്വഭാവക്കാരനായതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഫോൺ ചെയ്തു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ വിലക്കുണ്ട്. സെയിം പ്രൊഫഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കാര്യം ബുദ്ധിമുട്ടുണ്ട്, സ്നേഹമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം യൂറിലെ താമരക്കുഴി എന്ന് പറയുന്ന പ്രമുഖനായ ഒരു യൂറിലെ അഭ്യാസത്തിൽ അദ്ദേഹം വരാമോ? അദ്ദേഹത്തിന്റെ സഹോദരനെ ഞാൻ ഉപകാരം ചെയ്തിട്ടുള്ളതുകൊണ്ട് അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. അദ്ദേഹവും ഇതുപോലെ പിന്നീടുള്ള അവധിക്ക് സമയമായപ്പോൾ കാര്യമായി അങ്ങനെ നമ്മളെ കാര്യമില്ലാത്ത വരുവാനെങ്കിൽ മാറുന്ന ഒരു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശമനുസരിച്ച് ഡോക്ടർമാരെ ശക്തമായ ഒരു നിലപാടുകൾക്ക് മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഗവൺമെന്റിന്റെ എക്സിക്യൂട്ടീവ് പവറിന്റെയും ജുഡീഷ്യറിയുടെ അധികാരത്തെയും ജനങ്ങൾക്ക് സംശയമുണ്ടായെങ്കിൽ ഈ വിഷകരന്മാരായിട്ടുള്ള ഭീകരന്മാരെ തന്നെ നേരിടാൻ ഭീകരപ്രവർത്തനം എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുവാൻ സാധ്യതയുണ്ട് എന്ന് എന്റെ കൊച്ചു മനസ്സിൽ തോന്നുന്നു. അത്തരം ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ മെഡിക്കൽ മാഫിയയോട് മാറ്റിമറിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്തെ ചെറുപ്പക്കാരെ ഇങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ മെഡിക്കൽ നെഗ്ലിജൻസിനും മറ്റ് സമൂഹത്തിൽ എല്ലാ രംഗത്തും ഉണ്ടായിരുന്ന കാലത്തുന്ന ഈ പുതിയ ഈ മാഫിയകൾക്കെതിരെ വേറൊരു സമൂഹം വളർന്ന് ആ സമൂഹം ഭീകരപ്രവർത്തനങ്ങളിലേക്ക് മാറാതിരിക്കണമെങ്കിൽ ഈ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വലിയ ഇത്തരം വെല്ലുവിളികൾക്ക് വലിയൊരു പോരാട്ടം നടത്തണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ച് ഈ പ്രവർത്തകർക്ക്